അപ്പൊ ഇന്ന് നമ്മള് 10 ലക്ഷം രൂപയുടെ ഓണ പർച്ചേസ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയ ഒരു അടിപൊളി ഗിഫ്റ്റിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഈ 10 ലക്ഷം രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തപ്പോ ഈ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മളിപ്പോ ഒരു 1000 രൂപയുടെ പെട്രോൾ മേടിച്ചിട്ടാണ് നമ്മൾ പോയി വാങ്ങിച്ചത്. നമ്മൾ വിചാരിച്ച എന്തെങ്കിലും പറ്റിയ കോളായിരിക്കുന്നു. പക്ഷെ ഇത് നമ്മളെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചൊരു അടിപൊളി ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു ഗിഫ്റ്റാ. ഗിഫ്റ്റിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. നമ്മൾ വീടെത്താറായി വരുന്നു, രാത്രിയായി. എന്റെ അമ്മച്ചി ഇറങ്ങി വരുന്നു. ദേവു ദേവു കണ്ടോ, നിനക്കല്ലേ എന്നെ ഒരു വിലയില്ല. 10 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചപ്പം കിട്ടിയ ഗിഫ്റ്റാ. അറിയാവോ? ഇനി മോള് വേണോ? നമുക്ക് നോക്കാം പാ, സാധനം എന്തോ നോക്കാം പാ. ഇത് എന്താണെന്നാണ് എനിക്കും മനസ്സിലാവാത്ത സാധനം. ഇതെന്താണെന്നാണ്. ഞാനേ ചങ്ങനാശ്ശേരി ഇരിക്കുകയായിരുന്നു. ചങ്ങനാശ്ശേരി ഇരുന്നപ്പോഴാ ആ പെങ്കൊച്ച് മെസ്സേജ് അയച്ചേ, ചേട്ടാ ഫ്രീ ആണെങ്കിൽ ഇവിടെ വരെ വരാവോ. അപ്പൊ ഞാൻ വിചാരിച്ച് ഓണമായിട്ടൊന്നും തന്നില്ല. ഞാൻ ചോദിച്ചതാ അങ്ങോട്ട്. എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും സാധനം എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് 10-15,000 രൂപ ആണെന്ന്. അപ്പൊ 15,000 രൂപയല്ല, അതിനെക്കാട്ടിലും വിലമതിക്കാനാവാത്ത സാധനമാണെന്ന് എനിക്ക് മനസ്സിലായത്. പടമൊക്കെ ഉണ്ട്, പടമൊക്കെ അവിടെ ഇരുന്നോട്ടെ. എന്നാലും അതല്ലല്ലോ കാര്യം. വെൽഡിങ് പണിയും കൊണ്ട് നടക്കുന്ന എനിക്ക് ഒരു ഇത്രയും രൂപയുടെ എനിക്ക് കിട്ടിയ സാധനമാ മിക്സി. കമ്പനി അറബിയ. എനിക്ക് അറബി അറിയാത്തത് കൊണ്ട് ഇത് കുഴപ്പമില്ല. പക്ഷെ ഇത് നീ ആലോചിച്ചോണം, നിനക്കിത് അഭിമാനത്തോടു കൂടി അടുക്കളയിൽ വെക്കാം. 10 ലക്ഷം രൂപയുടെ മിക്സിയാ. വെക്ക്. 10 ലക്ഷം രൂപയുടെ മിക്സി. ഗിരീഷേ, ഇന്നവരെ നമുക്ക് ഓണമായിട്ടൊന്നും കിട്ടിയില്ല. നിങ്ങളൊക്കെ വന്ന വേണ്ട സംഭവം എന്താണെന്നറിയാം. 10 ലക്ഷം രൂപയുടെ മിക്സി. 10 ലക്ഷം രൂപയുടെ മിക്സി ആയത്. 2 ജാറുണ്ട്. എനിക്കൊരു ഗ്രൈൻഡർ വന്നായിരുന്നെങ്കിൽ അത് 10 രൂപ വരുന്നത് അതെങ്കിലും കുറവായിരുന്നു. അതാ ചമ്മന്തി അരച്ച്. ഞാനതല്ല ആലോചിക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇച്ചിരി ഈ ഗിഫ്റ്റിന് ഇച്ചിരി ഭാരം കൂടിക്കൊണ്ട് ഇതിനകത്ത് അമ്മിക്കല്ല് വെച്ച് തന്നായിരുന്നെങ്കിൽ അതും ചുമന്നുകൊണ്ട് ഇവിടെ വരണ്ടേ. ഇതിപ്പോ ഈ പെണ്ണിന്റെ വാക്ക് കേട്ടോണ്ട് ഞാൻ അവിടെ വരെ പോയി ഒരുപാട് ആളെ വിളിച്ച് കളിയാക്കുന്ന പരിപാടി പോയി. സമ്മാനം ഒന്നിനും വരുന്നതല്ല. പക്ഷെ ഇതൊന്നും അല്ല, ഇങ്ങനൊന്നും അല്ല ഇത്. എന്തെല്ലാം പ്രതീക്ഷയുടെ പോയ. ഞാൻ വിചാരിച്ച് ഒന്നാം ഓണം കഴിഞ്ഞ് നിക്കർ കീറിയിരിക്കുന്നത് 10 രൂപ കിട്ടുമെങ്കിൽ അത് ആകാതെ പറഞ്ഞോട്ട് പോയ പോക്ക. വേണ്ട, ഇത് നീ എടുത്തോ. ഇത് പല്ലിക്ക് കൊടുക്ക, മറ്റൊരു കിച്ചന് കൊടുക്ക. എല്ലാരും കൊണ്ടുപോയിട്ട് 10 ലക്ഷം രൂപയുടെ സാധനമാ. അറിയാവോ? ഒന്നും രണ്ടല്ല. ഇതിന്റെ പേരെങ്കിലും മര്യാദ കണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അല്ലത് കണ്ടോ, ഇതിന്റെ പേരെന്ന് പറഞ്ഞ ഇത് ഇപ്പൊ നമുക്ക് ഇതിനെന്തോ ഇത് എഴുതിയേക്കുന്നത് നേരത്തില്ല. അറബിയിൽ ഏതാണ്ട് എഴുതിയേക്കുന്നത്. എനിക്ക് ഒന്ന് ഗൾഫിൽ നിന്ന് വന്ന സാധനമായിരിക്കും. സുഭാഷ്. തൽക്കാലം നമുക്ക് സുഭാഷ് മിക്സ് ചെയ്തിടാം. എന്തായാലും പ്രമുഖമായ ഒരു സ്ഥാപനമാണ്. ഞാൻ കടയൊന്നും പറയുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല. പക്ഷെ ഇത് ആളെ വിളിച്ചൊരു പരിപാടിയാക്കി. അതുകൊണ്ട് മാത്രം ഇതിപ്പോ കിട്ടുന്നേ ഉള്ളൂ. എന്തായാലും ജീവിതത്തെ ആദ്യമായിട്ട് ഒരു അൺബോക്സ് വീഡിയോ ചെയ്യുക. എന്തെല്ലാം പ്രതീക്ഷയോട് പോയത്. ഇതൊന്നും കുത്തി നോക്കട്ടെ. കയ്യിലിരുന്ന് പേജറൊക്കെ പൊട്ടി തെറിച്ചെന്ന് പറയുന്ന പോലെ ഇത് കുത്തി നോക്കട്ടെ. ഓഫല്ലേ? നോക്കട്ടെ. ഇവിടുത്തെ മിക്സിക്ക് സൗണ്ട്. അവിടെ കുഞ്ഞു വരെ മാക്കാരെ കാണിക്കത്തില്ല. മിക്സി വളാക്കി കുഞ്ഞിനെ പേടിപ്പിക്കാം. പന്നി ഓടിക്കാം. എന്തോ പറയാ. 1000 ലോ കഴിച്ചടാ. 1200 രൂപ. 1001 രൂപയുടെ സാധനം കൊടുക്കില്ല. സെയിം സാധനം വേണ്ട.
പക്ഷെ ഇതിന് വേറെ കാര്യമുണ്ട്, ഇതിന് മേളിൽ എഴുത്ത് അതിന് താഴെ എഴുത്ത് ആ ഒരു വ്യത്യാസമുള്ളൂ. പക്ഷെ സാധനം ചെയ്യുന്നുണ്ട് 1299 രൂപ. ഇല്ല ഇത് എനിക്ക് കിട്ടിയ ആദ്യമായി കിട്ടിയ ഒരു അവാർഡ്. ഇത്രയും വർഷമായിട്ട് പണിയെടുക്കാൻ വിളിച്ച്